തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഒരിക്കൽ പേന കുത്തി തന്റെ കരങ്ങളിലേക്ക് ഇറക്കിയിട്ട് ആ പൊടിഞ്ഞു വന്ന ചോരയിൽ മുക്കിയിട്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചു, ജീവിക്കുന്നെങ്കിൽ മാർക്സിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ മാർക്സിസത്തിന് വേണ്ടി. ആ മനുഷ്യൻ ലോകത്തിന്റെ ബാത്മിയാണ്, ഏത് പുസ്തകങ്ങളും എന്നാണ് കൃത്യതയോടെ പഠിച്ച് വളരെ സാമർത്ഥ്യത്തോടുകൂടെ പഴുതടിച്ച് പ്രസംഗിക്കുന്ന വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യന്. അദ്ദേഹം തെരുവോരങ്ങൾ കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രസംഗിച്ചു. അദ്ദേഹത്തിന് ലോകത്തിൽ വെറുപ്പുള്ള രണ്ട് ഭാഗങ്ങളുടെ, ഒന്ന് യേശുക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി, രണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ അവന് വെറുപ്പാണ്. അവന് എവിടെ സമയം കിട്ടി കഴിഞ്ഞാലും യേശുവിനെയും ക്രിസ്ത്യാനികളെയും പരിഹസിച്ച് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട അവൻ പറഞ്ഞു, ഇത് വിദേശികളുടെ ദൈവമാണ്, ഞാൻ യേശുക്രിസ്തുവിനെ കപ്പൽ കയറ്റി നാട് കടത്തുവെന്ന് ഘോഷിച്ച ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അഹങ്കാരത്തിന്റെ മൂർത്തനിൽ നിന്ന് ദൈവത്തിനെതിരെ തിരിഞ്ഞവൻ. അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് രാമൻ. ആ രാമനോ ദൈവത്തെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ സാധുവായിരുന്ന ഒരു മനുഷ്യന്. അവൻ എപ്പോഴും കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃഷ്ണൻകുട്ടിയെ കാണുമ്പോഴൊക്കെ സുവിശേഷം പറയും, മോനെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടാ, നിന്നെ സ്നേഹിക്കാത്ത, നിനക്കൊരു നന്മ ചെയ്യാത്ത ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിന്നെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് തിരിയട എന്ന് പറയും. അപ്പോഴൊക്കെയും കൃഷ്ണൻകുട്ടി പരിഹസിക്കും, ഇവൻ എന്താണ് വേശ്യാപുത്രനല്ലയോ, എടാ ഇവൻ അപ്പനില്ലാതെ ഉണ്ടായവനല്ലയോ. പരിഹാസത്തിന്റെ ഏത് അവസ്ഥയിലേക്ക് ചെല്ലാമോ അത്രമാത്രം ഉത്തങ്കതയിൽ നിന്നുകൊണ്ട് അവൻ യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. രാമൻ നിശബ്ദനായിട്ടിരുന്നു. ഇവനോട് തർക്കിച്ചിട്ട് കാര്യമെന്ത്? രാമൻ ഒരു ബൈബിൾ, ഒരു പുതിയ നിയമം ഈ കൃഷ്ണൻകുട്ടിക്ക് വായിക്കാൻ കൊടുത്തു. കൃഷ്ണൻകുട്ടിക്ക് ബഹു സന്തോഷമായി. എന്താണ് ഇന്നവരെന്താണ് കേട്ടറിവിലാണ് യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നത്. ഇനി ബൈബിള് വായിച്ചിട്ട് ആധികാരികമായിട്ട് യേശുക്രിസ്തുവിനെ പരിഹസിക്കണം, ഇതാണ് ലക്ഷ്യം, അല്ലാതെ ഗുണം പിടിക്കാനല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. സത്യയോട് കേൾക്കണം, ക്രിസ്ത്യാനികളോടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പുസ്തകം മത്തായിയുടെ സുവിശേഷം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിഹാസം കൂടി. കാരണം ഒന്നും ഗ്രഹിക്കുന്നില്ല. അവന്റെ മനസ്സിലിരിപ്പിന് അപ്പുറത്തേക്ക് അവന് ചിന്തിപ്പാനുള്ള ബുദ്ധി ഇല്ലാതായി പോയി. ബുദ്ധിമാനാണെങ്കിലും ബുദ്ധി കെട്ടവനായി പോയി. രണ്ടാമത്തെ പുസ്തകം, മൂന്നാമത്തെ പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം ഒരു മാറ്റവുമില്ല. എന്നാൽ കൃഷ്ണൻകുട്ടി പിൻകാലങ്ങൾ സാക്ഷ്യം പറഞ്ഞു, നാലാമത്തെ പുസ്തകമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തെ നിവർത്തി. അതങ്ങോട്ട് നിവർത്തി ഇങ്ങനെ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കില്ല. ഓ, കൃഷ്ണൻകുട്ടി പറയാണ്, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളറകളിലൊക്കെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. എന്റെ അന്തരാത്മാവിൽ എന്തൊക്കെയോ ചക്രം പോലെ കറങ്ങുകയാണ്. അവിടെ ഞാൻ എന്റെ മുഴങ്കാല് താഴേക്ക് അമർത്തി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഞാൻ നിലവിളിയോടെ പറഞ്ഞു, യേശുവേ നീ തന്നെ സത്യദൈവം, നീ അല്ലാതെ ഒരു രക്ഷകനില്ല. അവൻ തന്റെ കയ്യിലെ പേന തന്റെ കൈ ഞരമ്പുകളിലേക്ക് കുത്തി ഇറക്കി പൊടിച്ചു വന്ന ചോരയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെള്ള പേപ്പർ എഴുതി വെച്ചു, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട്, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട്. പ്രിയപ്പെട്ട, ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ജനിച്ച നാൾ മുതൽ ക്രിസ്തീയ മതവിശ്വാസിയാണ്, മാനസാന്തരത്തിന്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കൃഷ്ണൻകുട്ടി സർവ്വലോകത്തും യേശുക്രിസ്തുവിനെ അധികാരത്തോടെ പ്രസംഗിച്ചു. മുസ്ലിങ്ങളുടെ ഇടയിലും സകല അവനെ എതിർത്തുന്നവരെയും അവൻ വാക് സാമർത്ഥ്യത്താൽ, വാക്ചാതുര്യത്താൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് അവൻ എല്ലാവരുടെയും നാവിന്റെ കെട്ടുകളെ അവൻ തന്നെ അഴിച്ചു കൊടുത്തു. അവനെതിരെ, ക്രിസ്തുവിനെതിരെ സംസാരിച്ച ഓരോ നാവിനെ അവൻ കാര്യകാരണ സഹിതം അവൻ ഖണ്ഡിച്ചു കളഞ്ഞ് അവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് നിത്യതയിൽ കർത്താവിന്റെ അടുക്കലേക്ക് പോയി.